CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പണിയുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അതിഥി തൊഴിലാളികളുടെ പണവും മൊബൈലും കവർന്നതായി പരാതി. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കരിങ്കലത്താണിയിലാണ് സംഭവം. സോൾസ് ഓഫ് പെരിന്തൽമണ്ണ ഇന്റർനാഷണൽ ഹാഫ് മാരത്തോൺ സംഘടിപ്പിച്ചു. ലഹരിമുക്ത നഗരം, ആരോഗ്യമുള്ള സമൂഹം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പരിപാടി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ 55-ാം മൈൽ പെട്രോൾ പമ്പിന് സമീപത്തെ ഹോട്ടലിൽ തീപിടുത്തം. ഗ്യാസ് സിലിണ്ടറിന് വന്ന ലീക്കാണ് തീ കത്താൻ കാരണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ. അങ്ങാടിപ്പുറം പരിയാപുരത്ത് ലോറി തലകുത്തനെ മറിഞ്ഞു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സ്ഥിരം അപകട മേഖലയായ ഇവിടെ മുൻപും നിരവധി വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പണിയുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അതിഥി തൊഴിലാളികളുടെ പണവും മൊബൈലും കവർന്നതായി പരാതി. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കരിങ്കലത്താണിയിലാണ് സംഭവം. ബംഗാൾ സ്വദേശികളായ സലാഹുദ്ദീൻ, അക്ബർ ഹക്കീം എന്നിവരെ കരിങ്കലത്താണിയിൽ നിന്നും പണിയുണ്ടെന്ന് പറഞ്ഞ് ബൈക്കിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലിറക്കിയ ശേഷം മൊബൈലും പണവും മോഷ്ടിച്ചതായാണ് പരാതി. ഇതു സംബന്ധിച്ച് നാട്ടുകൽ പോലീസിൽ പൊതുപ്രവർത്തകനായ KT മൊയ്തുവിന്റെ നേതൃത്വത്തിൽ പരാതി നൽകി. उसके बाद मैं बोला जो खाना नहीं खाया, बोला जो होटल में खाओ, तो वो खाना खिलाया होटल में पे जाने के बाद एक रूम में लेके गया. उधर काम है बोला, थोड़ा मिट्टी का वो दिखाया. हम लोग सामान ड्रेसिंग चेंज करके उधर रखा और वो आदमी हम लोग उधर गया थोड़ा और वो ड्रेस मोबाइल लेके भाग गया जल्दी. സലാഹുദ്ദീന്റെ ഫോണും 2000 രൂപയും നഷ്ടമായി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തെത്തി ജോലിക്ക് എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷകളിലും ഇരുചക്ര വാഹനങ്ങളിലും കൊണ്ടുപോകുന്നവർ കരിങ്കലത്താണി ടൗണിൽ ധാരാളമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു കബളിപ്പിക്കൽ ആദ്യമായിട്ടാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സമാനമായ സംഭവം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടത്തനാട്ടുകര ഭാഗത്തും ഉണ്ടായതായി പറഞ്ഞു. അപരിചിതനായ ഒരാൾ വന്നിട്ട് അവരോട് ജോലിക്ക് 2 ആളെ വേണമെന്ന് പറയുകയും അവരെ 2 പേരെയും ഒരു ബൈക്കിൽ കൊണ്ടുപോയി 53-ാം മൈലിൽ പാറപ്പുറത്ത് ഉള്ളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് ശേഷം നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ 3 ബിൽഡിംഗ് അപ്പുറത്തുള്ള അടഞ്ഞു കിടക്കുന്ന ചിപ്സ് കമ്പനിക്ക് വേക്കിലെ ആൾതാമസമില്ലാത്ത വീട് കാണിച്ചു കൊടുക്കുകയും ഇവിടെ വൃത്തിയാക്കണമെന്ന് പറയുകയും നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഈ റൂമിൽ വെച്ചോളി എന്ന് വെക്കാൻ പറഞ്ഞിട്ട് അവരുടെ പൈസയും മൊബൈലും മോഷ്ടിച്ച് കടന്നു കളയുകയാണ് ചെയ്തത്. അവർ തച്ചനാട്ടുകര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബൈറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ CIക്ക് പരാതി നൽകുകയും CI CCTV ഫൂട്ടേജുകളും മറ്റു തെളിവുകളും പരിശോധിച്ചിട്ട് നടപടിയെടുക്കാമെന്ന് പറയുകയും ഞങ്ങൾ അവിടെ പരാതിയുമായി ചെന്നപ്പോൾ വളരെയധികം വഴിത്തിരിവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സംഭവം അവിടെ കണ്ടു. എടത്തനാട്ടുകര കോട്ടപ്പള്ളയിൽ ഇതേ 3 അതിഥി തൊഴിലാളികളെ ജോലിക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഇതുപോലെ ഒരു ബിൽഡിംഗ് കാണിച്ചുകൊണ്ട് 3 പേരുടെയും മൊബൈലും പൈസയും കൊണ്ടുപോകുന്ന ഒരു കാഴ്ച അവിടെ കാണാൻ കഴിഞ്ഞു. മോഷണം തുടർക്കഥയായി ഉണ്ടാക്കാതിരിക്കാൻ പോലീസും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. CCN ചത്തല്ലൂർ. സോൾസ് ഓഫ് പെരിന്തൽമണ്ണ ഇന്റർനാഷണൽ ഹാഫ് മാരത്തോൺ സംഘടിപ്പിച്ചു. ലഹരിമുക്ത നഗരം, ആരോഗ്യമുള്ള സമൂഹം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പരിപാടി. കേരളത്തിലെ മികച്ച മാരത്തോൺ ക്ലബ്ബുകളിൽ ഒന്നായ സോൾസ് ഓഫ് പെരിന്തൽമണ്ണ ഒരുക്കിയ മാരത്തോൺ പുലർച്ചെ 5-ന് സൂംബ ഡാൻസ് പരിപാടിയോടെയാണ് ആരംഭിച്ചത്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, മുനിസിപ്പൽ ചെയർമാൻ P ഷാജി, പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, മുൻ ജില്ലാ പോലീസ് മേധാവി R അബ്ദുൽ കരീം, ADM മെഹറലി, കിംസൽ ഷിഫ ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ഖലീൽ, ഡോക്ടർ ഷംസുദ്ദീൻ, പെരിന്തൽമണ്ണ HI
ശ്രീവത്സൻ, കുറ്റിരി മാനുപ്പ, കൗൺസിലർ ഹുസൈന നാസർ, വ്യാപാരി സമിതി പ്രതിനിധി അബ്ബാസ്, മൻസൂർ നെച്ചിയിൽ എന്നിവർ സംയുക്തമായി ഫ്ലാഗ് ഓഫ് ചെയ്തു. അഞ്ച് 30-ന് 21 കിലോമീറ്ററും 6:15-ന് 10 കിലോമീറ്ററും 7:15-ന് 5 കിലോമീറ്റർ ഫാമിലി റണ്ണും നടന്നു. ലഹരി വിമുക്ത നഗരം, ആരോഗ്യമുള്ള സമൂഹം, അതാണ് സന്ദേശം. വളരെ മികച്ച സന്ദേശമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് ഈ മാരത്തോണിന് ഒരുവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ മികച്ച സംഘാടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രോഗ്രാമായി ഇത് മാറിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മറ്റുള്ളവർക്കായിട്ട് കാണിച്ചു കൊടുത്ത മറ്റൊരു മാതൃകയായിട്ട് സോൾസ് ഓഫ് പെരിന്തൽമണ്ണയുടെ ഈ മാരത്തോണിനെ വിശേഷിപ്പിക്കാൻ അക്ഷരാർത്ഥത്തിൽ വളരെ മികച്ചൊരു പ്രോഗ്രാമായി ഇത് മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയത്തിൽ തന്നെ അവസാനിക്കുന്ന വിധത്തിലായിരുന്നു മത്സരം. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പോ നമ്മളെപ്പോഴും ഏറ്റവും നല്ല പ്രിവെൻഷൻ, അതായത് ഹെൽത്ത് അസുഖത്തിൽ നിന്ന് ഏറ്റവും നല്ല പ്രിവെൻഷൻ ആണ് എന്ത് എക്സസൈസ്. ഒരു സിംഗിൾ പില്ല് അല്ലെങ്കിൽ സിംഗിൾ ടാബ്ലറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ അസുഖത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് എക്സസൈസ് ആണ്. എക്സസൈസ് ആണ് നമ്മുടെ ഒരു സിംഗിൾ. അത് നമ്മുടെ എല്ല് ബലക്ഷയത്തിന് പറ്റും, ഹാർട്ട് ഡിസീസിന് പറ്റും, നമ്മുടെ തടി കൂടുന്ന പ്രശ്നങ്ങൾക്ക് പറ്റും, ഡയബറ്റീസിന് പറ്റും. അപ്പൊ എല്ലാത്തിനും ഉള്ള ഒരു സംഭവമാണ് എപ്പോഴും എക്സസൈസ്. അപ്പൊ എക്സസൈസുമായിട്ടുള്ള താല്പര്യം സ്പോർട്സ് ഇൻഡ്യം ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ കിംസ് അൽഷിഫ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഈവന്റിന് ഞങ്ങൾ മേജർ പാർട്ണർ ആയത്. CCN പെരിന്തൽമണ്ണ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ 55-ാം മൈൽ പെട്രോൾ പമ്പിന് സമീപത്തെ ഹോട്ടലിൽ തീപിടുത്തം. ഗ്യാസ് സിലിണ്ടറിന് വന്ന ലീക്കാണ് തീ കത്താൻ കാരണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു. സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി. തച്ചനാട്ടുകര പറമ്പിൽ പീടിക അബ്ദുൽ അസീസ് ഉടമസ്ഥതയിലുള്ള കടയാണ് കത്തിയത്. പാചകത്തിന് ഉപയോഗിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിന് ലീക്ക് വന്നതാണ് തീ കത്താൻ കാരണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി. തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ് സംഭവം. വട്ടമ്പലത്തു നിന്നും ഫയർഫോഴ്സ് എത്തി നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തെ തുടർന്ന് കടയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ടാർപോളിൻ ഷീറ്റ് കത്തി നശിച്ചു. നാട്ടുകൽ പോലീസും സ്ഥലത്തെത്തി. CCN ചെത്തല്ലൂർ. അങ്ങാടിപ്പുറം പരിയാപുരത്ത് ലോറി തലകുത്തനെ മറിഞ്ഞു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സ്ഥിരം അപകട മേഖലയായ ഇവിടെ മുൻപും നിരവധി വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങാടിപ്പുറം പരിയാപുരം ചീരട്ടാമലയിലെ അപകട വളവിൽ വാഹനാപകടങ്ങൾ പതിവാവുകയാണ്. എറണാകുളത്തു നിന്നും വയനാട്ടിലേക്ക് പോകുന്ന വഴിയാണ് തിങ്കളാഴ്ച പുലർച്ചെ ലോറി തലകുത്തനെ മറിഞ്ഞ് അപകടം സംഭവിച്ചത്. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം നടക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശബ്ദം കേട്ടതിനു ശേഷം ഓടി വന്നപ്പോഴാണ് വാഹനം തലകുത്തനെ മറിഞ്ഞു കിടക്കുന്നതായി പ്രദേശവാസികൾ കണ്ടത്. ഡ്രൈവറും ക്ലീനറും ഉള്ളിൽ തന്നെ അകപ്പെട്ട നിലയിലായിരുന്നു. നാട്ടുകാരും പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് വാഹനത്തിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ പുറത്തെടുത്തത്. തുടർന്ന് ഇവരെ പോലീസ് വാഹനത്തിൽ തന്നെയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCN പെരിന്തൽമണ്ണ. SSF മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ഘടകങ്ങൾ സംയുക്തമായി SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മയക്കുമരുന്ന്, സൈബർ ക്രൈം കേസുകളിൽ ജനകീയ പ്രതിരോധം ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്.
സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ടി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ലഹരി വ്യാപകമാക്കുന്നതിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്വമുണ്ട്. ലഹരി ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ പുതുതലമുറയെ ബോധ്യപ്പെടുത്തുന്നതിൽ ദൃശ്യമാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി എ മുഹമ്മദ് പറവൂർ, പി മുജീബ് റഹ്മാൻ, ജാഫർ ഷാമിർ ഇർഫാനി, മുസ്താഖ് സഖാഫി, പി മുഹമ്മദ് അഫ്ലൽ, ടി ഷുഹൈബ്, അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ 2000 ഗ്രാമങ്ങളിൽ പ്രക്ഷോഭ തെരുവ്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ധർണ, വീടുകളിൽ ബോധവൽക്കരണ ലഘുലേഖ വിതരണം തുടങ്ങിയ 50 കർമ്മ പദ്ധതികൾ ക്യാമ്പയിന്റെ ഭാഗമായി SSF വിവിധ ഘടകങ്ങളിൽ നടപ്പാക്കുന്നുണ്ട്. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി പാണ്ഡമംഗലം മദ്രസത്തുൽ ബിലാൽ സ്വലാത്ത് വാർഷികവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. SSF ജില്ലാ പ്രസിഡന്റ് യാസിൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റഷീദ് സഖാഫി കൈതച്ചിറ മുഖ്യപ്രഭാഷണം നടത്തി. SYS ചെർപ്പുളശ്ശേരി സോൺ പ്രസിഡന്റ് റഫീഖ് സഖാഫി പാണ്ഡമംഗലം, SYS ചെർപ്പുളശ്ശേരി സർക്കിൾ പ്രസിഡന്റ് സലീം അൽ മദിനി, വൈസ് പ്രസിഡന്റ് ആബിദ് സഖാഫി, മഹല്ല് ഖത്തീബ് സിദ്ദിഖ് സഖാഫി പൗക്കോണം എന്നിവർ പ്രഭാഷണം നടത്തി. CCN ചെർപ്പുളശ്ശേരി. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയ വായ്പക്കാർക്കായി മലപ്പുറം ജില്ലയിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്ത് സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷനിലെ ആസൂത്രണ സമിതി ഹാളിൽ സംഘടിപ്പിച്ച അദാലത്ത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അദാലത്തിലൂടെ 2.9 കോടിയുടെ കുടിശ്ശിക തീർപ്പാക്കിയതായും ഇളവുകളായി 32 ലക്ഷം രൂപയും അനുവദിച്ചതായും ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് അറിയിച്ചു. അദാലത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന അപേക്ഷകൾക്ക് കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതിന് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമെന്നും അറിയിച്ചു. സ്വയം തൊഴിൽ, വിദ്യാഭ്യാസ, ഭവന, കാർഷിക വായ്പകളാണ് അദാലത്തിൽ പരിഗണിച്ചത്. 150 ഗുണഭോക്താക്കൾ പങ്കെടുത്തു. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ C അബ്ദുൽ മുജീബ് അധ്യക്ഷനായി. ഡയറക്ടർ അഡ്വക്കേറ്റ് മാജിദ അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. മാനേജിംഗ് ഡയറക്ടർ C അബ്ദുൽ മുജീബ്, ജനറൽ മാനേജർ B ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മറ്റ് രോഗങ്ങളൊക്കെ ബാധിച്ചവർ ഇപ്പം കോവിഡ് കാലത്ത് ഒത്തിരി പേരെടുത്തെന്ന് പറഞ്ഞു. കോവിഡ് കാലത്ത് ഇവിടുത്തെ പൈസ എടുത്ത് ബിസിനസ് തുടങ്ങിയവരാണ്. ആ തുടങ്ങിയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കോവിഡായപ്പോൾ വരുമാനം ഇല്ലാതായി. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ, രോഗം ബാധിച്ചിട്ടുള്ളവർ, ചില പ്രത്യേക സാഹചര്യങ്ങളുള്ള ഇപ്പോൾ കോഴി വളർത്തുന്ന കോഴിയെല്ലാം ചത്തുപോയി, എന്ത് ചെയ്യും? അങ്ങനെയുള്ള കേസുകൾ വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാനത് ഇവിടെ വായിക്കുന്നില്ല, സമയക്കുറവുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആനുകൂല്യം ചെയ്ത് കൊടുക്കും. പിഴപ്പലിശയൊക്കെ ഒഴിവാക്കും. അതുപോലെ തന്നെ ഒരു 50% പലിശയൊക്കെ ഒഴിവാക്കും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെ പരമാവധി സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ മഹാഭൂരിപക്ഷം വരും സന്തോഷമായിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഈ നിയമം അനുസരിച്ച് ഗവൺമെൻറ് തന്ന ഈ ആനുകൂല്യം മാർച്ച് മാസം 31 തീയതി വരെയാണുള്ളത്. അത് ഉപയോഗപ്പെടുത്താൻ എല്ലാം വിശദമായി ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പറഞ്ഞു തരും. CCN മലപ്പുറം. BJP മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ, മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി എന്നിവർക്ക് സ്വീകരണം നൽകി. അരിയൂർ ബാങ്കിനെതിരെ CPM സമരം ചെയ്യുന്നത് പണം വാങ്ങിയാണെന്ന് ബിജു നെല്ലമ്പാനി പറഞ്ഞു. കഴിഞ്ഞ ഈ 1.5 വർഷമായിട്ടും അവിടുത്തെ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരം ചെയ്തിട്ടും സർക്കാർ CPMന്റെ സർക്കാരായിരുന്നിട്ട് കൂടി ഇവരുടെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ അത് തെളിവ് പുറത്തു കൊടുക്കാതെ എന്തിനാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇവർ സമരം ചെയ്യുകയാണ്, കാശ് വാങ്ങിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. ഇവർ ആ ഭരണസമിതിക്കെതിരെ കൃത്യമായി അവർക്ക് തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ആ സർക്കാരിന്റെ അവരുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്, ആ സർക്കാർ ഭരിക്കുന്ന സർക്കാരിന്റെ സാധനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആ തെളിവ് കൊടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ നിക്ഷേപർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥ ഇവർ ചെയ്യാത്തത്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹമുണ്ടാക്കുന്നവർക്ക് BJPയിൽ സ്ഥാനമില്ലെന്ന് P വേണുഗോപാലനും പറഞ്ഞു. അനാവശ്യമായുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. സ്ഥാനമാനങ്ങളെ കുറിച്ചും സ്ഥാനം വേണം പ്രവർത്തിക്കാൻ അറിയാം. പക്ഷേ സ്ഥാനമാനത്തിന്റെ പേരിൽ പാർട്ടിയിൽ കലഹമുണ്ടാക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ കലഹമുണ്ടാക്കുന്നവർക്ക് BJPയിൽ സ്ഥാനമില്ല. മണ്ഡലം പ്രസിഡന്റ് AP സുമേഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി B മനോജ്, TV സജി, C ഹരിദാസ്, രാജു, സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. സർക്കാർ ശമ്പള കമ്മീഷനെ നിയമിക്കാതെ ജീവനക്കാരോടുള്ള കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. മലപ്പുറത്ത് KPSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. അധ്യയന വർഷം അവസാനിക്കാറായിട്ടും ഇത്തവണ
അധ്യാപകരുടെ ഫിക്സേഷൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്കൂൾ വർഷം അവസാനിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും ഫിക്സേഷൻ തീരുമാനിക്കാതെ എങ്ങനെയാണ് സർക്കാർ സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഇവരുടെ വലിയ വീരവാദം ഉണ്ടായിരുന്നു. സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷം മുതൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫിക്സേഷൻ നടക്കുന്നില്ല, അധ്യാപക നിയമനം നടക്കുന്നില്ല. ഇത്തരം മൗലികമായ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയാത്ത ഒരവസ്ഥ വന്നിയാണ്. അതിനിടയിലാണ് ഇടയ്ക്കൊരു സർക്കുലർ വന്നത്, സർക്കാരിനോട് ആലോചിക്കാതെ ഒരു അധ്യാപകരെ നിയമിക്കുന്നു അല്ലേ? അതിന് ശക്തമായി എതിർപ്പ് വന്നപ്പോഴാണ് അത് പിൻവലിക്കേണ്ടി വന്നത്. തുടർ ഭരണത്തിന്റെ ദുരന്തം ജനം അനുഭവിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. റോസ് ലോഞ്ചിൽ നടന്ന പരിപാടിയിൽ KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് അധ്യക്ഷനായിരുന്നു. PC വിഷ്ണുനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. UDF ചെയർമാൻ PT അജയ് മോഹൻ, വട്ടപ്പാറ അനിൽകുമാർ, വർഗീസ് ആന്റണി, PS മനോജ്, AIPTF സീനിയർ വൈസ് പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ എന്നിവരും സംസാരിച്ചു. CCN മലപ്പുറം. കടമ്പഴിപ്പുറത്തെ കലാ സാംസ്കാരിക കൂട്ടായ്മ നാട്ടൊരുമ സീസൺ 4 ഉദ്ഘാടനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നിർവഹിച്ചു. പ്രശസ്ത സിനിമാ സീരിയൽ നടൻ സാജു നവോദയ മുഖ്യാതിഥിയായിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ മക്കള് കലാപരിപാടികൾ ഞാൻ വന്നപ്പോൾ കണ്ട് ഡാൻസ് ചെയ്യുന്ന കണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ നല്ല പ്രൊഫഷണലായിട്ട് തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളെ അണിയിച്ചൊരുക്കി നമ്മൾ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും എല്ലാത്തിനും നമ്മൾ ഒരുക്കി വിടുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇത്രയും അമ്മമാരും എല്ലാവരും ഉള്ളതുകൊണ്ട് പറയുക. വാർഡ് മെമ്പർ C. നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പരിപാടിയിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സുബ്രഹ്മണ്യൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാമചന്ദ്രൻ, C. കൃഷ്ണൻകുട്ടി, K. ഉണ്ണികൃഷ്ണൻ, സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രദേശത്തെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. CCN കടമ്പഴിപ്പുറം. പേന കത്തിക്കൊണ്ടല്ല വിദ്യാരംഭം കുറിക്കേണ്ടത് എന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാലമാണ് നിലവിലുള്ളത് എന്ന് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത്. പള്ളിക്കുന്ന് GMLP സ്കൂൾ 113ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജനാമ്പാടത്ത്. നമുക്കറിയാം, നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല ഉദാഹരണങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലെ. പലപ്പോഴും നമ്മൾ അറിയാൻ സാധിക്കും നമ്മുടെ ഇടയിലുണ്ട് അല്ലെ. പലപ്പോഴും ഒരു സിനിമ വന്നല്ലോ, ഫൗദവാസിന്റെ സിനിമ. പലപ്പോഴും ഞാൻ വേദിയിൽ പറയാറുണ്ട്. എന്താണ് പറയാനുള്ളത്? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാണ് ആ സിനിമ പറയുന്നത്. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിക്കണമെന്നാണ് ആ സിനിമ പറയുന്നത്. പക്ഷെ അതല്ല, പേന കത്തി കൊണ്ടല്ല വിദ്യാഭ്യാസം കുറിക്കേണ്ടത്, കട്ട ചോര കൊണ്ടല്ല ജ്യൂസ് ഉണ്ടാക്കേണ്ടത് എന്ന് ഈ തലമുറയെ പഠിപ്പിക്കാൻ ഒരു കാലഘട്ടത്തിലാണ് ചിന്തിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ രക്ഷിതാക്കൾക്ക് വലിയ ശ്രദ്ധ വേണമെന്ന് മാത്രമാണ് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള. മറ്റുള്ള കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. മണ്ണാർക്കാട് താലൂക്കിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള വിദ്യാലയങ്ങളിലൊന്നായ കുമരമ്പത്തൂർ പള്ളിക്കുന്ന് GMLP സ്കൂൾ 113ാം വാർഷികം ആഘോഷിച്ചു. പ്രീ പ്രൈമറി കലോത്സവം വാർഷികാഘോഷത്തിന് നിറപ്പകിട്ടാർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ മുഖ്യാതിഥിയായി. പല പരിപാടികളും നാളെ ഇനിയിപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പയ്യനാട് സ്കൂളിന്റെ ഉദ്ഘാടനം, EBSന്റെ ഉണ്ട്, കല്ലടിന്റെ. ഇതിനൊക്കെ വ്യത്യസ്തമായി തന്നെ ഞാനത് പറയും. കാരണം നമ്മൾ പഠിച്ചൊരു സ്കൂളാണ്. ഇവിടുത്തെ വികസന പ്രവർത്തനത്തിൽ അധ്യാപകന്മാർ എന്ത് പറയുന്നു അതാണ് നമ്മൾ തെറ്റാത്ത തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഈ ലൈബ്രറി ആയാലും ഈ കെട്ടിടമായിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ബാത്റൂമുകളായിട്ടുണ്ടെങ്കിലും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ അധ്യക്ഷയായി. PTA പ്രസിഡന്റ് TK അബ്ദുൽ ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ സിദ്ദിഖ് പാറക്കോട്ട് സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മിക്കുട്ടി, ഖാദർ കിത്താണിയിൽ തുടങ്ങി മറ്റ് അധ്യാപകർ, രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. പെരിന്തൽമണ്ണ പുലാമന്തോൾ പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവാഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ച കൊടിയേറും. വൈകിട്ട് തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്
കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മകരമാസത്തിൽ അശ്വതിക്ക് കൊടിയേറ്റവും മകരത്തൈപ്പൂയത്തിന് മഹാരഥോത്സവമാണ്. അതിൽ വിഭിന്നമായി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുന്നൊരു സാംസ്കാരിക സദസ്സ്. ബുധനാഴ്ച വിവിധ പ്രദേശങ്ങളിലെ കവികൾ സംഗമിക്കുന്ന കവിയരങ്ങ്, ഭക്തിഗാനമേള, നൃത്താർച്ചന തുടങ്ങിയവ ആഘോഷത്തിന് മാറ്റേകും. വ്യാഴാഴ്ച സംഗീതാർച്ചന, ഫ്യൂഷൻ തിരുവാതിരക്കളി, നൃത്താഞ്ജലി എന്നിവയും വെള്ളിയാഴ്ച നൃത്ത സമന്വയം തുടങ്ങിയവയും, ശനിയാഴ്ച രാത്രി ചെന്നൈ ആചാര്യ സ്കൂൾ ഓഫ് ആർട്സിന്റെ ഭരതനാട്യം, പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള എന്നിവയും അരങ്ങേറും. സാംസ്കാരിക സമ്മേളനം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കും. MK രാഘവൻ MP, MLA-മാരായ നജീബ് കാന്തപുരം, അഡ്വക്കേറ്റ് പ്രേംകുമാർ, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, എഴുത്തുകാരായ KP സുധീര, NP വിജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. ചലച്ചിത്ര താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പാലൂർ ഷൺമുഖ പുരസ്കാരം സമർപ്പിക്കും. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരതാ പുരസ്കാരം, ശ്രീമുരുക സംഗീത പുരസ്കാരം, വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച മുതിർന്ന പൗരന്മാർക്കുള്ള ആദരം, മാധ്യമ പുരസ്കാര വിതരണം, വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അനുമോദനം എന്നിവയും നടക്കും. രാത്രി കല്ലുവഴി പ്രകാശൻ, കലാമണ്ഡലം നിധീഷ് എന്നിവരുടെ ഇരട്ട തായമ്പകയും അരങ്ങേറും. തിങ്കളാഴ്ച ചിറക്കൽ നിധീഷിന്റെ തായമ്പക, നടനക്ഷ ക്ഷേത്രയുടെ നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ ഉത്സവത്തിന്റെ ഭാഗമാകും. 11-ന് ചൊവ്വാഴ്ച മഹാമഹോത്സവത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ രഥമെഴുന്നള്ളിപ്പ് നടക്കും. പഞ്ചവാദ്യം, മേളം, പൂക്കാവടിയാട്ടം, നാദസ്വരം, പാണ്ടിമേളം, ശിങ്കാരിമേളം, ബാൻഡുമേളം, തമ്പോലം, തെയ്യം, തിറ, വിളക്കുനൃത്തം, ഫ്ലോട്ടുകൾ തുടങ്ങിയവ രഥമെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. തൈപ്പൂയ നാളിൽ മാത്രമുള്ള വിശേഷ വഴിപാട് ഒരു കുടം പാലും പഴവും രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ദിവസവും ആയിരങ്ങൾക്ക് അന്നദാനവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇക്ബാൽ പി രായൻ, സിദ്ധാർത്ഥ് പണിക്കർ, ജിഷ്ണു പ്രസാദ് പണിക്കർ എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ 39ാമത് ജില്ലാ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി മലപ്പുറത്ത് നടക്കും. ബുധനാഴ്ച രാവിലെ 10:30-ന് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ ജില്ലാ പ്രസിഡന്റ് KP പ്രശാന്ത് പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുക. തുടർന്ന് നിലവിലുള്ള കൗൺസിൽ യോഗം നടക്കും. തുടർന്നു ചേരുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KC സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12:30-ന് സെമിനാർ നടക്കും. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2:30-ക്ക് സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഷൈൻ ഉദ്ഘാടനം ചെയ്യും. ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിനുള്ള പ്രക്ഷോഭ പരിപാടികൾ സമ്മേളനം ആസൂത്രണം ചെയ്യുമെന്ന് യൂണിയൻ ജില്ലാ ഭാരവാഹികളായ KP പ്രസാദ്, AK അഷറഫ്, U സഞ്ജീവ്, ബേബി ജോസഫ്, നസീമ കപ്രക്കാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCN മലപ്പുറം. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ IMA ഹാളിൽ നടന്നു. നജീബ് കാന്തപുരം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MLA എന്ന നിലയിൽ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ചെയർമാൻ പിന്തുണയ്ക്കുന്നുണ്ട്. രാഷ്ട്രീയം സക്രിയമായ ഇടപെടലുകൾക്ക് അവസരമുണ്ടാക്കാനുള്ളതാണ്. രാഷ്ട്രീയത്തെപ്പറ്റി പൊതുവെ ആളുകൾ ധരിക്കുന്ന ഒരു കാര്യം, ഇതൊരു രണ്ടാന്തരം പരിപാടിയാണെന്നാണ്. ഇതത്ര വലിയ ഉള്ള കാര്യമല്ല എന്നാണ്. രാഷ്ട്രീയം വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, കോർവയോട് പറയാണ്, നിങ്ങൾ നല്ല രാഷ്ട്രീയം ഉണ്ടാക്കണം, നല്ല സക്രിയമായ രാഷ്ട്രീയം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും കരുത്തുറ്റ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പൊളിറ്റിക്സ് കഴിഞ്ഞിട്ടേ എക്സിക്യൂട്ടീവ് ഉള്ളൂ. പൊളിറ്റിക്സ് ആണ് ഏറ്റവും പ്രധാനം. നമ്മുടെ പോളിസികൾ ഉണ്ടാക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് എല്ലാം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം നല്ല രാഷ്ട്രീയമാക്കാൻ നമുക്ക് സാധിക്കും. കോർവ സ്ഥാപക നേതാക്കളായ അച്യുതൻ, S രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, വയനാട് ചൂരൽമല ദുരന്തമുഖത്ത് സേവനം ചെയ്ത ഹസീന വഹാബ്, 154 തവണ രക്തം ദാനം ചെയ്ത ദേശീയ സംസ്ഥാന അവാർഡ് ജേതാവ് KT അബ്ദുൽ അസീസ്, നർത്തകിയും നൃത്ത അധ്യാപികയുമായ കലാമണ്ഡലം സുശീല, ഗായിക ഗാനഭൂഷണം സുധാ നെടുങ്ങാടി, വ്യവസായ വാണിജ്യ സേവന മേഖലയിൽ സമഗ്ര സംഭാവന നൽകിയ KTMA സലാം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ടച്ച് നടത്തി ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുന്നതിന് സുത്യർഹമായ കർത്തവ്യം നിർവഹിച്ച വ്യക്തിയാണ്. ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന 2ാമത്തെ ദിവസത്തെ ജീർണിച്ച ബോഡി
നല്ലൊരു കയ്യടി കൊടുത്തു. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. അടുത്തതായി നമ്മൾ ആദരിക്കുന്നു ശ്രീ KTS സലാം മേല. താങ്ക് യു സർ. കോർവയുടെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. കോർവ ജില്ലാ പ്രസിഡന്റ് OMA റഷീദ് ചടങ്ങിൽ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് പുതുക്കുടി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ജില്ലാ സെക്രട്ടറി ദ്വാരക ഉണ്ണി ഒരുമിച്ചു നിന്ന് ഒരുമിച്ച് വളരാം വിഷയാവതരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൌഷാദ് ഇടവണ്ണ, സ്വാഗത സംഘം ചെയർമാൻ PR നരേന്ദ്രദേവ്, നാലകത്ത് ബഷീർ, വനിതാ വിംഗ് പ്രസിഡന്റ് സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. കോർവയുടെ പുതിയ ജില്ലാ ഭാരവാഹികളായി OMA റഷീദ് പ്രസിഡന്റായി തുടരും. പെരിന്തൽമണ്ണ KT ഹംസയാണ് പുതിയ ജനറൽ സെക്രട്ടറി. ശിവൻ കാരാട്ടിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. കേരളത്തെ മാലിന്യമുക്തമാക്കുന്നുവെന്ന് സമ്മേളന പ്രതിനിധികൾ പ്രതിജ്ഞ ചെയ്തു. CCN പെരിന്തൽമണ്ണ. 7 ദിവസമായി നടന്ന അങ്ങാടിപ്പുറം പുത്തനങ്ങാടി ശുഹദ ആണ്ടുനേർച്ചയും ശുഹദ ഇസ്ലാമിക് കോളേജിന്റെ ക്രിസ്റ്റൽ ജൂബിലിയും അന്നദാനത്തോടെ സമാപിച്ചു. ശുഹദ കോളേജ് ക്രിസ്ത്യൻ ജൂബിലി സമ്മേളനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ അബൂ സഹറ ഹൈത്തമി അധ്യക്ഷത വഹിച്ചു. ഷൈഖുൽ ജാമിയ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, സമസ്ത കേന്ദ്ര മുഷവറ അംഗം ഹൈദർ ഫൈസി, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, ഫിർദൌസ് തങ്ങൾ വഴിപ്പാറ, അഷ്കർ അലി ഫൈസി പട്ടിക്കാട്, വാപ്പു ഫൈസി പനങ്ങാങ്ങര, ഉസ്താദ് ഹംസ ഹൈതമി നെല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. 7 ദിനങ്ങളിലായി നടന്നുവരുന്ന പുത്തനങ്ങാടി ശുഹദ ആണ്ട് നേർച്ച 10,000-ങ്ങൾക്കുള്ള അന്നദാനത്തോടുകൂടെ പരിസമാപ്തി കുറിക്കുകയാണ്. കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് തബറുക്കിൻ്റെ ഭക്ഷണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് വരിയായി നിന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ തരം രോഗങ്ങൾക്കുള്ള പരിഹാര മാർഗമായി ഈ ഭക്ഷണത്തെ പലരും കാണുന്നു എന്നതോടൊപ്പം ഒരാത്മീയ അനുഭൂതി കൂടി നേടുന്നതിന് വേണ്ടി ശുഹദാക്കളുടെ തബറുക്കിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി വിശ്വാസികൾ വർഷാവർഷം ഇവിടേക്ക് കടന്നു വരാറുണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പണിയുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അതിഥി തൊഴിലാളികളുടെ പണവും മൊബൈലും കവർന്നതായി പരാതി. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കരിങ്കലത്താണിയിലാണ് സംഭവം. സോൾസ് ഓഫ് പെരിന്തൽമണ്ണ ഇന്റർനാഷണൽ ഹാഫ് മാരത്തോൺ സംഘടിപ്പിച്ചു. ലഹരിമുക്ത നഗരം, ആരോഗ്യമുള്ള സമൂഹം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പരിപാടി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ 55-ാം മൈൽ പെട്രോൾ പമ്പിന് സമീപത്തെ ഹോട്ടലിൽ തീപിടുത്തം. ഗ്യാസ് സിലിണ്ടറിന് വന്ന ലീക്കാണ് തീ കത്താൻ കാരണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ. അങ്ങാടിപ്പുറം പരിയാപുരത്ത് ലോറി തലകുത്തനെ മറിഞ്ഞു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സ്ഥിരം അപകട മേഖലയായ ഇവിടെ മുൻപും നിരവധി വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, providing care with kindness.